ഗോവൻ തീരത്ത് നാവികസേനയുടെ അന്തർവാഹിനി ഇടിച്ചുണ്ടായ അപകടത്തിൽ രക്ഷപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ തിരികെ എറണാകുളം മുനമ്പത്തെത്തി. അന്തർവാഹിനി പൊങ്ങി വന്ന് മാർത്തോമ ബോട്ടിൽ ഇടിക്കുകയായിരുന്നു. 13 പേരുണ്ടായിരുന്നു ബോട്ടിൽ. അതിൽ 11 പേർ രക്ഷപ്പെട്ടു. 2 പേർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. നാവികസേന അപകടം മറച്ചുവെക്കാൻ ശ്രമിച്ചുവെന്നാണ് ബോട്ടുടമ ആൽബി റിപ്പോർട്ടറിനോട് പറഞ്ഞത്. ഈ മാസം 15-ാം തീയതിയാണ് മുനമ്പത്ത് നിന്നും മാർത്തോമ എന്ന ബോട്ട് 13 മത്സ്യത്തൊഴിലാളികളുമായി ഗോവൻ തീരത്ത് മത്സ്യബന്ധനത്തിനായി പോയത്. ഈ ബോട്ട് നാവികസേനയുടെ അന്തർവാഹിനി ഇടിച്ച് അപകടത്തിൽപ്പെടുന്നു. തുടർന്ന് 11 പേരെ രക്ഷപ്പെടുന്നു. 2 പേർക്കായി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ഇതിൽ രക്ഷപ്പെട്ട 9 പേരാണ് ഇപ്പോൾ എറണാകുളത്ത് മുനമ്പത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. രാത്രി 7:30 മണിക്കാണ് സംഭവിച്ചത്. ഞങ്ങൾ ആങ്കരിട്ട് കിടന്ന സമയത്ത് മുങ്ങിക്കപ്പലാണ് വന്ന് ഞങ്ങളെ മുട്ടിയത്. ഞങ്ങൾ 5 പേര് എങ്ങനെ അവർ രക്ഷപ്പെടുത്തി. ബാക്കിയുള്ള എന്താണ് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 6 ആൾ വേറെ പോർട്ടിലുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ബോട്ട് ഉടമ നമ്മോടൊപ്പം ഉണ്ട്. അവരുടെ ഇടപെടൽ എങ്ങനെയായിരുന്നു? നിങ്ങൾ എങ്ങനെയാണ് വിവരം അറിഞ്ഞത്? ഞങ്ങളെ ഈ ഇടിച്ചത് 21-ാം തീയതി വൈകിട്ട് 7:30 മണിക്കാണ്. ഞങ്ങൾ 22-ാം തീയതി ഒരു 10 മണിയായി വിളിച്ചിട്ട് ഈ മാർത്തോമ ബോട്ടിൻ്റെ ഓണറാണെന്ന് ചോദിച്ചാൽ അതെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് എത്ര പേര് പണിക്ക് പോയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് 13 മണിക്ക് പോയി. എവിടെ മണിക്ക് പോയിക്കണം? വടക്കോട്ട പോയിക്കണം, ഗോവയിലായിക്കോളെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാനാണ് ചോദിച്ചു. ഞാൻ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല, വരുമ്പോൾ ഞങ്ങൾ വിളിക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾക്ക് സംശയം. ഞങ്ങൾ ബോട്ട് അവിടെ പോയേക്കാണല്ലോ. ഞങ്ങൾ ചോദിച്ചാൽ എന്താണ് സാറേ എങ്ങനെയാണ് വിളിച്ചത്? വേറെ ഒന്നുമില്ല, അത് വെരിഫിക്കേഷൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേ ഈ ബോട്ട് അപകടത്തിൽപ്പെട്ട കാര്യം പറഞ്ഞു. ഞങ്ങളോട് നേരത്തെ പറഞ്ഞില്ല അവർക്ക് 10 മണിക്ക് പറഞ്ഞു നിങ്ങളുടെ ബോട്ട് ഇങ്ങനെ അപകടത്തിൽപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എത്രയും പെട്ടെന്ന് എത്തിയാണ്. അന്ന് അപ്പം തന്നെ ഇറങ്ങിയെങ്കിൽ 2 പേരും ഒരു കാരണവശാലും നഷ്ടപ്പെടില്ല. നാവികസേനയുടെ അശ്രദ്ധ തന്നെയാണ് ഈ അപകടത്തിന് കാരണം. അത് തീർച്ചയായിട്ടും മുകളിൽ എന്ത് വന്നാലും ചെറിയ സാധനം വന്നാലും അവർ കാണാൻ പറ്റും. എന്നിട്ട് പോലും ഇത്ര വലിയ ബോട്ട് 100 അടിയുള്ള ബോട്ട് കണ്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ കുടുംബമൊക്കെ ഈ 2 പേര് ആ 2 പേർക്ക് വിളിച്ച് അവരുടെ വീട്ടുകാരോട് ഞങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടേ, ഒരു സമാധാനം പറയണ്ടേ. ഈ ഇടിച്ച ബോട്ട്, അതായത് അപകടത്തിൽപ്പെട്ട ബോട്ട് ഇതുവരെയും നാവികസേനയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കൂടാതെ ഈ 2 പേർക്കായുള്ള തിരച്ചിൽ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും കൃത്യമായ വിവരം ഈ ബോട്ടുടമയോ ഈ വീട്ടുകാരെയോ അറിയിക്കുന്നില്ല. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതാരാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.